اللهم صل وسلم وزد وبارك عليه وعلى آله وأصحابه وعترته وتابعيهم وتابعي تابعيهم إلى يوم القيامة. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا أولئك لهم جنات عدن تجري من تحتهم الأنهار يحلون فيها من أساور من ذهب ويلبسون ثيابا خضرا من سندس واستبرق متكئين فيها على الأرائك نعم الثواب وحسنت مرتفقا. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, മുഅ്മിനാത്തുകളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലൂടെ നമുക്ക് ഒരുമിച്ച് ചേരാൻ അവസരം നൽകിയിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ സത്പ്രവർത്തനങ്ങൾ, അതിലെ നിയ്യത്തുകൾ നന്നാക്കി തന്ന അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ ഓരോരുത്തരുടെയും തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ നമ്മുടെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ചെയ്തു കൂട്ടിയതെല്ലാം അല്ലാഹു തആല പുറത്തു തരാൻ ഈ മജ്ലിസ് ഒരു നിമിത്തമാക്കി തരട്ടെ. നമ്മുടെ ഒരുപാട് രോഗികൾ, വളരെ വേണ്ടപ്പെട്ട ആളുകൾ, അവരുടെ ഉമ്മമാര്, ഉപ്പമാര്, അമ്മായിമ്മ, ഭാര്യ, കുടുംബം, ഒരുപാട് ആളുകൾ രോഗികളായി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നാട്ടിലൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുണ്ട്, ഇവിടെ ഉള്ളവരുണ്ട്, ഭാര്യക്കാനോട് പറഞ്ഞവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും വളരെ പെട്ടെന്ന് ശിഫയും സലാമത്തും അനുഗ്രഹിക്കട്ടെ. ഒരു ചെറുപ്പക്കാരൻ ഒരു ക്യാൻസറിൽ അസുഖം ബാധിച്ചുകൂടെ നാട്ടിൽ പോയിരിക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന് ശിഫ കൊടുക്കട്ടെ. കടബാധ്യതകളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ വളരെ പെട്ടെന്ന് സലാമത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനരായ മുഅ്മിനീങ്ങളെ, സൂറത്തുൽ കഹ്ഫിലെ 30-31 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് 30-ാമത്തെ ആയത്തിന്റെ ചർച്ചയിലായിരുന്നു കഴിഞ്ഞ 2 ക്ലാസുകൾ. 31-ാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് നൽകുന്ന സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ്. അതിന്റെ തൊട്ട് മുമ്പ് ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, സത്യവിശ്വാസം കൈകൊള്ളുകയും വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ, ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല, ആര് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ, ആര് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടോ, അവരുടെ ഒരു പ്രതിഫലവും നാം നഷ്ടപ്പെടുത്തി കളയുകയില്ല. സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം അല്ലാഹു ഇവിടെ നൽകുന്ന മനസ്സമാധാനമാണെന്നും നമ്മുടെ ഇബാദത്തുകളിൽ ലഭിക്കുന്ന ആനന്ദമാണെന്നും അല്ലാഹുവിനോടുള്ള അടുപ്പമാണെന്നും ആണ് നമ്മൾ ഇതിന് മുമ്പ് ചർച്ച നടത്തിയത്. അല്ലാഹു അങ്ങനെ ഇബാദത്തിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുനിയാവിൽ അങ്ങനെയാണ്, പരലോകത്ത് അല്ലാഹു നൽകുന്ന സ്വർഗവുമാണ്. അതാണ് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല. ഒരു അമൽ നന്നാക്കിയ ഒരുത്തർ, അതാണ് വാക്കിന്റെ അർത്ഥം, അവരുടെ ഒരു പ്രതിഫലവും അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുകയില്ല. ഏതൊരു പ്രവർത്തനവും നന്നാവുന്നത് നമ്മുടെ നിയ്യത്ത് നന്നാകുമ്പോഴാണ്, നമ്മൾ എന്തിനത് ചെയ്യുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ്. വളരെ സിമ്പിളാണ് ഇസ്ലാമിന്റെ വിഷയം.
ഒരു കർമ്മം നന്നാവാനും മോശമാവാനും ഹൃദയത്തിലെ നിയ്യത്തിനനുസരിച്ചാണ്. ഖൽബിൽ നമ്മുടെ ഇന്റൻഷൻ എന്തോ അതിനനുസരിച്ചാണ് ആ അമലങ്ങ് പൂർത്തിയാവുന്നത്. അള്ളാഹുവിന്റെ ഭൂമിയിൽ പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂലുള്ള വിഷയമല്ലേ. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ വലൗ കമസ്ഹത്തി ഖതാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അങ്ങനെയാണ്. ഒരു ചെറിയ പക്ഷിക്കിരിക്കാൻ പറ്റുന്ന അത്രയെങ്കിലും വലുപ്പമുള്ള ഒരു പള്ളി ഉണ്ടാക്കിയാൽ, പക്ഷിക്കിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരിക്കാൻ പറ്റുമോ? അത്രയും ചെറുത്. എന്നാൽ തന്നെയും അള്ളാഹു സ്വർഗത്തിൽ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കും. അവർക്കതല്ലേ കഴിഞ്ഞുള്ളൂ. അള്ളാഹു കൊടുക്കുന്നത് അള്ളാഹുവിന്റെ കഴിവനുസരിച്ചാണ്, മനുഷ്യൻ ചെയ്തത് അവന്റെ കഴിവനുസരിച്ചാണ്. അതുകൊണ്ട് അള്ളാഹു തആല എന്നാ നിനക്ക് പക്ഷിക്കിരിക്കാൻ പറ്റുന്ന വീട് ഞാൻ തരാം, അങ്ങനെയല്ല, സ്വർഗത്തിലെ കൊട്ടാരം ഞാൻ നിനക്ക് തരുന്നതാണ്. അപ്പോൾ വലിയ വലിയ പള്ളികൾ ഉണ്ടാക്കുന്നത് ഉദാഹരണം മാത്രം പറയാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ. എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നതാണ് വിഷയം. എന്തിന് ചെയ്യുന്നു? നിങ്ങൾ ചെയ്തു, നിങ്ങളൊരു അറബിയോട് പറഞ്ഞു, ഒരു മുതലാളിയോട് പറഞ്ഞു, നിങ്ങളുടെ നിയ്യത്ത് എന്തായിരുന്നു? അത് ഞാനാണ് തരപ്പെടുത്തി കൊടുത്തത് എന്ന ഉദ്ഘാടനത്തെങ്കിലും ഒരു വായിക്കണം, ഇതാണ് നിയ്യത്ത്. പോയി അതിനു വേണ്ടി ചെയ്ത ടെലിഫോൺ കോളുകളും പിന്നാലെ നടന്നതും ഒക്കെ പോയി. നാട്ടിലെ കമ്മിറ്റിക്കാരുടെ ആഗ്രഹം നമ്മുടെ ജില്ലയിൽ ഇത്ര വലിയ പള്ളി ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാരും പത്രക്കാരൊക്കെ പറഞ്ഞു കിട്ടിയാൽ നമ്മൾ വിജയിച്ചു എന്നാ, അതും പോയി. പിന്നെ അവര് പത്രത്തിലൊക്കെ അങ്ങനെ അടിച്ചു വന്നു വരും, ഒരു കാര്യമില്ല. പിന്നെ ജനങ്ങൾക്കിടയിൽ തഫ്രീഖും വിഭാഗീയതയും ഉണ്ടാക്കാൻ നമുക്ക് നമ്മുടേത് മാത്രമായിട്ട് കിടക്കട്ടെ, അപ്പുറത്തൊരു പള്ളിയുണ്ട്, എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ പറ്റുന്ന, ജുമാ നിസ്കരിക്കാൻ പറ്റുന്ന പള്ളിയുണ്ട്, അതൊന്നും പറ്റില്ല, നമുക്ക് നമ്മുടെ തന്നെ. അങ്ങനെ ഒരു തഫ്രീഖ് ഉണ്ടാക്കാൻ വേണ്ടി, ഒരു വിഭാഗീയതയ്ക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കി. അതുകൊണ്ട് ശിക്ഷ ഉണ്ടാവുന്നതാണ്. കാരണം മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്നത് ഗുരുതരമായ തെറ്റാണ്. അതൊന്നും ഒന്നുകൊണ്ടും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല, അത്രയും ഗുരുതരമായ തെറ്റാണ്. അപ്പോ പള്ളിയാണ് ഉണ്ടാക്കുന്നത്, ഒരു വശത്ത് വലിയ കൂലി, ഒരു വശത്ത് ഭയങ്കര ശിക്ഷ. അതുകൊണ്ടാണ് മസ്ജിദ് ദിറാറൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊളിച്ചു നീക്കാൻ വേണ്ടി പറഞ്ഞത്. തബൂക്ക് യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴാണ് മദീനയിൽ അങ്ങനെ മുനാഫിക്കീങ്ങൾ, ഒരു കപടവിശ്വാസികൾ ഒരു പള്ളി ഉണ്ടാക്കിയല്ലോ. തഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മനസ്സിനെ വേർതിരിക്കാൻ, നിങ്ങൾ ഞങ്ങൾ എന്ന് വേർതിരിച്ച് മനസ്സുകളെ രണ്ടാക്കാനുള്ള പണിയെടുത്തപ്പോഴാണ് നബിയെ അങ്ങ് പോവരുതെവിടെ എന്ന് ഖുർആൻ പറഞ്ഞത്. നിയ്യത്താണ് വിഷയം. കർമ്മങ്ങൾ എത്രയും ചെറുതോ വലുതോ ആകാം. നിങ്ങളൊരു 10 ലക്ഷം രൂപ ചെലവഴിച്ചു, അതിന് കിട്ടുന്ന കൂലി ഒരു പക്ഷേ വേറെ ഒരാൾ 2000 രൂപ ചെലവഴിച്ചാൽ കിട്ടിയേക്കും. നിയ്യത്താണ്. നിങ്ങൾ 1 കോടി ചെലവഴിച്ചു, മുഴുവൻ ഹബാഅൻ മൻസൂറ, ഒരു കാര്യമില്ലാതെ നഷ്ടപ്പെട്ടു പോയേക്കും. 1 ദിർഹം കൊടുത്തു, അല്ലാഹു തആല സബഖ ദിർഹമുൻ അൽഫ ദിർഹം, 1 ദിർഹമിന് 1000 ദിർഹമിന്റെ കൂലി കൊടുക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഹ്സന അമല, ഒരു കർമ്മം നിങ്ങൾ എങ്ങനെ നന്നാക്കുന്നുവോ അതനുസരിച്ചിട്ടാണ്. അത് ഏത് കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ അതിന്റെ നിയ്യത്ത് നന്നാക്കുക. എങ്ങാനുമല്ല പൈശാചികമായ ചിന്തകളും വന്നു, ഇപ്പൊ ഏതെങ്കിലും ഒരാൾ അങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, അപ്പൊ ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, പിന്നെ അത് നിങ്ങളെ പേര് വെക്കണ്ടേ, അപ്പോഴല്ലേ അത് നിങ്ങളാ ചെയ്ത് നാട്ടുകാർ അറിയുള്ളൂ. അതൊരാഗ്രഹമൊക്കെ തോന്നി, അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. പിന്നെ തോന്നി, റബ്ബേ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. നിങ്ങളതിൽ തിരുത്തി കഴിഞ്ഞാൽ അല്ലാഹു തആല അത് സ്വീകരിക്കും. പക്ഷേ ആ അമലുമായി നിങ്ങൾ മുബാശറത്ത് ചെയ്യുന്ന സമയം, ഒരു കർമ്മം ചെയ്യുന്ന നേരത്ത്, അതിന്റെ തൊട്ട് മുമ്പ് നിങ്ങൾക്ക് പല ചിന്തകളും വന്നു. പക്ഷെ ആ കർമ്മം നടക്കാൻ പോകുമ്പോൾ നിയ്യത്ത് മാറ്റിയെടുത്തു, അല്ലാഹുവേ അല്ല, എനിക്ക് നിന്റെ പൊരുത്തമാണ് വേണ്ടത്. അങ്ങനെയായി കഴിഞ്ഞാൽ ആ കർമ്മം സ്വീകരിക്കപ്പെട്ടു. സംഗതിയൊക്കെ നടന്നു കഴിഞ്ഞ് പിന്നെ ആലോചിക്കുന്നത്, എന്നാ പിന്നെ നിയ്യത്ത് നന്നാക്കിയേക്കാം, ബസ് പോയിട്ട് കൈകാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഏതൊരു കർമ്മവും നന്നാവുന്നത് നമ്മൾ നിയ്യത്ത് കൊണ്ടാണ്. അത് അല്ലാഹു ചെയ്ത വലിയ സൗഭാഗ്യമല്ലേ. അതിൽ നിങ്ങൾ കുറെ ചെയ്താലേ കൂലി കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കുറെ ചെയ്യാൻ പറ്റാത്തവരെന്ത് ചെയ്യും? നിയ്യത്ത്. അല്ലാഹുവേ, ഇന്നാലിന്ന ഒരു മുതലാളിയായ ആൾ, മുസ്ലിമായ മുഅ്മിനായ ഒരാൾ, പടച്ച റബ്ബേ, അയാൾ ഇത്രയേ വാരിക്കോരി കൊടുക്കുന്നു കണ്ടില്ലേ, എനിക്ക് അത്രയൊന്നും കൊടുക്കാൻ പറ്റണില്ലല്ലോ, എന്റെ കയ്യിൽ നീ തരുകയായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. ഫഹുമാ ഫിൽ അജ്രി സവാ, രണ്ടുപേരും പ്രതിഫലത്തിൽ ഒരുപോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൽബിൽ ഒരു നിയ്യത്തെ വന്നിട്ടുള്ളൂ. നമുക്കറിയാം, നാട്ടിലൊരു പള്ളി നിർമ്മാണം നടക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ. ഒരു വ്യക്തി അതിനു വേണ്ടി ചെലവഴിക്കാൻ പോകുന്നത് 7-8 കോടി രൂപയാണ്. ഒരാൾ ഒരു പിരിവ് നടത്തേണ്ട, ഞാൻ ഏറ്റെടുത്തു. ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയുടെ പുനർനിർമ്മാണം നടക്കുകയാണ്. ഒരാൾ പറയാൻ, എന്താ അതൊക്കെ ഭയങ്കര പ്രതിഫലമാണ്,
അവിടെ നിയ്യത്ത് അല്ലാഹു നന്നാക്കി കൊടുക്കട്ടെ. ദുആ ചെയ്യും. ഒരുപാട് പള്ളികൾ വേറെയും എടുത്തു കൊടുക്കുന്നുണ്ട് അദ്ദേഹം എന്നറിഞ്ഞു. 8 കോടിയോ 7 കോടിക്കപ്പുറം അത് വരുന്നു. 8 കോടിയോ ചിലപ്പോൾ 10 കോടി ആയേക്കും അതിന്റെ പണി പൂർത്തിയാകുമ്പോൾ എന്ന് പറഞ്ഞു. ഒരു വ്യക്തി ഒറ്റയ്ക്ക് നാട്ടിലുള്ളവരാണ്. സുബ്ഹാനല്ലാഹ്, വലിയ സന്തോഷം തോന്നി. അല്ലാഹു ഇത് സ്വീകരിക്കട്ടെ. അത്രയൊന്നും കഴിഞ്ഞില്ല, ഒരു പള്ളി നിർമ്മാണം നടക്കുന്നു. ഒരു ചാക്ക് സിമന്റ് എന്റെ വക മതി. ആ പള്ളിയിൽ ഒരു ഇബാദത്ത് നടക്കുന്നു. ആ പള്ളിയുടെ ചുമരിന്റെ, ആ പള്ളിയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ആ പള്ളിയുടെ ആവശ്യങ്ങൾക്ക് അത് നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു ചാക്ക് സിമന്റ് ആ പള്ളിയിൽ നടക്കുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം നിങ്ങളുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സൗഭാഗ്യമല്ലേ? ഓരോരുത്തർക്ക് എത്ര കഴിയുന്നുണ്ടോ അത്. പക്ഷെ നീയത്ത് നന്നാക്കിയെടുക്കുക, നീയത്ത് നന്നാക്കുക. മനുഷ്യന്മാർ ചോദിക്കുമ്പോൾ ഈ എന്തേ കൊടുത്തത് ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ, അതിന് എന്റെ വക, അത് വെറുതെയാണ്, ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യുന്നതിന്റെ നിയ്യത്ത് നന്നാക്കിയാൽ ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല, കർമ്മങ്ങൾ ആരൊക്കെ നന്നാക്കുന്നുണ്ടോ അവരുടെ ഒരു പ്രതിഫലവും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയില്ല. അല്ലാഹു നമ്മുടെ അമലുകളൊക്കെ നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.